ഓക്കെ, അപ്പം നമുക്കിനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ടല്ലേ? അപ്പം ഓരോരുത്തരുടെ പേര് വായിക്കാം, അവർ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുക. ഫസ്റ്റ് ആദിനാഥ് കെ, ഗവൺമെൻറ് LPS പാങ്ങോട്, മലയാളം സോങ്. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് നെയ്യപ്പം ഇഷ്ടമാണോ? നെയ്യപ്പം ഇഷ്ടമല്ലാത്ത ആരാണുള്ളത്? അങ്ങനെയുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്തു പറ്റി? നമുക്കൊന്ന് നോക്കിയാലോ. ഈ പാട്ടിന്റെ പേരാണ് നെയ്യപ്പക്കൊതി. കൊച്ചുപൂരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരൻ അപ്പൂപ്പൻ, പിച്ചയ്ക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടിയിരുന്നാഴി, പച്ചരി കിട്ടിയിരുന്നാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപൂരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര കൂട്ടി കുഴച്ചിട്ട് ചുടുപറക്കും നെയ്യപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ചുടുപറക്കും നെയ്യപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധൂരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. മധൂരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മുമ്മയ്ക്ക് ആവശ്യമൂത്തു പെട്ടെന്ന്. ആരു പറഞ്ഞു മൂപ്പിനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? ആരു പറഞ്ഞു മൂപ്പിനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അയ്യടി മനമേ കൊതിയെത്തി, കുമ്പ കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം, വാശി പിടിച്ചു അപ്പൂപ്പൻ. എനിക്ക് വേണം രണ്ടപ്പം, വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുക കൊണ്ടത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ. എനിക്ക് വേണം രണ്ടപ്പം, വാശി പിടിച്ചു അമ്മൂമ്മ. എനിക്ക് വേണം രണ്ടപ്പം, വാശി പിടിച്ചു അമ്മൂമ്മ. ശൂശു അടിപിടിയായി, ശൂശു അടിപിടിയായി. അപ്പൂപ്പനൊരു കടി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു തൊഴി കിട്ടി. അപ്പൂപ്പനൊരു കടി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു തൊഴി കിട്ടി. ഡിഷോം ഡിഷോം തൊട്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നമ്മുടെ വീരൻ അപ്പൂപ്പൻ നല്ലൊരു പോംവഴി കണ്ടെത്തി. നമ്മുടെ വീരൻ അപ്പൂപ്പൻ നല്ലൊരു പോംവഴി കണ്ടെത്തി. അപ്പൊ ആദിനാഥിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ആദിനാഥ് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അടുത്തതായിട്ട് നിഖാര ബാല ആർ, ഗവൺമെന്റ് LPS പാങ്ങോട്, മലയാളം പദ്യം. നമ്മുടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാനിസാസിന് നമസ്കാരം. ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ പക എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു പരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പു കച്ചുരളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ മണം ഗന്ധക പാലപൂത്തുലയുന്ന മാദകം. പോക്കുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പൂറം തോലറ്റിറങ്ങുന്നതഗ്നിസർപ്പം. മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരു തുള്ളിയായണുപ്രഹരമായി. ഉപ്പു
കല്ലെന്നെടുത്തുപ്പു നോക്കൂ, കടൽ കണ്ണീരിനു പിഞ്ചവർ പിറക്കൂ. രാസതീർത്ഥം കുടിച്ചാമാശയം തീർത്തു, മാത്രാവബോധം മറഞ്ഞ പേകുട്ടികൾ. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ്, രോഗമില്ലാതെ ഉണങ്ങുന്ന വാകകൾ. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ഇരുകൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിത ഇടവേളയാണെന്നു മർത്യജന്മം. തിരയായി തീരത്തെ ശാന്തിയായി തേങ്ങല പതയുന്നു പുകയുന്നു പ്രകൃതിപ്പക. ഇത് കടലെടുത്തൊരാ ദ്വാരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ. ഇത് കടലെടുത്തൊരാ ദ്വാരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ. ആരുടേതാണുടഞ്ഞൊരീ കനവുകൾ, ആരുടച്ചതാണീ കനൽ ചിമിഴുകൾ. ആരുടേതി നിരാലംബ നിദ്രകൾ, ആരുറക്കി ശാന്തതീരസ്മൃതി. നീ ജലാദ്രി തമോഗർത്ത സന്ധതി, നീ ജലാദ്രി തരംഗരൂപിപ്പക. നീ ജലാദ്രി തമോഗർത്ത സന്ധതി, നീ ജലാദ്രി തരംഗരൂപിപ്പക. അലറിയാർത്തണയുന്ന തിരതമോഗർത്തത്തിൽ അടവച്ചു വിരിയിച്ച മൃതി വിളിച്ചു. അലമുറകളാർത്ഥനാദങ്ങൾ അശാന്തികൾ, അവശിഷ്ടം അജ്ഞാനമൃത ചിന്തകൾ. അങ്കുലിയാഗ്രത്തിൽ നിന്നൂർന്ന് തിരതിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ. ഇനി എത്ര തിര വന്നു പോകിലും എൻ്റെ കനൽ മുറിവിൽ നിൻമുഖം മാത്രം. എൻ്റെ ശ്രവണികളിൽ നിന്തപ്ത നിദ്ര മാത്രം. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. നന്ദി. അടുത്തതായിട്ട് അനന്യ ആർ, ഗവൺമെന്റ് LPS പാങ്ങോട്, ലൈറ്റ് മ്യൂസിക്. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ. ദേവദൂതുമായി വന്നൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. ദേവദൂതുമായി
മാറി വന്നൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയേ, തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ? മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയേ, തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ? കരളിനുള്ളിലൂറി നിന്നൊരെൻ്റെ രാഗമേ, കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ. കരളിനുള്ളിലൂറി നിന്നൊരെൻ്റെ രാഗമേ, കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. താങ്ക് യു. താങ്ക് യു അനന്യ. അടുത്ത നമുക്കൊരു മോണോ ആക്ട് കാണാം. എല്ലാവരും റെഡിയല്ലേ? കുറച്ചും കൂടെ എനർജി ആയിട്ട് പറയേ. എല്ലാവരും റെഡിയല്ലേ? അപ്പൊ മോണോ ആക്ട് അവതരിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് LPS പാങ്ങോടിലെ പൂർണിമ ആർ മഹേഷിനെ ക്ഷണിക്കുന്നു. മാനസരസിന് വന്ദനം. സാറേ സാറേ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഇപ്പൊ കണ്ട ബംഗാളിൽ കേസ് നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കണോ? സർ, എന്താടാ വന്നോന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ? സാറേ, വേറെ വഴിയില്ല ചേട്ടാ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അമ്മ അമ്മ, ഈ പൊട്ട ചെക്കൻ ഇവരെ ചോദിച്ചേ ഇവൻ പറയും കൊച്ചെവിടെയാണെന്ന്. പറയടാ. അയ്യോ സാറേ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അവന് പെങ്ങളെന്ന് വെച്ച ജീവന. ഞങ്ങളുടെ പൊന്നു മോളെ ഞങ്ങളോട് പറയാൻ ഒരിടത്തും പോകത്തില്ല സാറേ. ഞങ്ങളുടെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. പാലുകൾ പൂത്തു തുടങ്ങി, പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ചി ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരുന്നതുവരെ മാത്രം സാധാവവേഷം കെട്ടിയാടി. എനിക്കിത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു പൊന്നു, ഇവിടെ വാടി കാന്താരി. അയ്യോ അച്ഛാ, അച്ഛനൊന്ന് പോയിട്ട് വരുമ്പോ മൂക്കൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വരൂ. എനിക്കോ അച്ഛൻ്റെ പൊന്നു മക്കൾക്ക് അച്ഛൻ ചോക്ലേറ്റും എല്ലാം വാങ്ങിക്കൊണ്ട് വരാട്ടോ. അച്ഛനും അമ്മയും ടൗണിൽ പോയിട്ട് വരുമ്പോ എല്ലാം കൊണ്ടുവരാം. നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കാണോ? പൊന്നു, അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണം, പഠിക്കണം, ഇന്റർവ്യൂ എടുത്തു കൊടുക്കണം. ചേട്ടാ പോകാം. ചേട്ടാ, അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ മാമ. എന്താ? അറിയായിരുന്നോ അങ്ങളുടെ സുന്ദരി കുട്ടിക്ക് അങ്ങൾ എന്താ കൊണ്ടുവന്നതിന് കാണണ്ടേ? ചോക്ലേറ്റ്. എനിക്കാ മോൾക്കത് വലിയ ഇഷ്ടമാണ്. താങ്ക് യു. മോളെ ഒന്ന് ചെയ്യല്ലേ, മോൾക്ക് പേടിയാവുന്നു. മോളെ ഒന്ന് ചെയ്യല്ലേ, മോൾക്ക് പേടിയാവുന്നു. എന്തിനാ മോള് പേടിക്കുന്നേ? അങ്ങളല്ലേ, എന്തിനാ മോള് പേടിക്കുന്നേ? മിണ്ടതിരിക്കടി. മോൾക്ക് പേടിയാവുന്നു, മോളെ ഒന്ന് ചെയ്യല്ലേ. ഹേ ഹേ ഹേ, ചത്തു പോലീസ്. കുപ്പ
കുപ്പത്തൊട്ടി. കുപ്പത്തൊട്ടി മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ധാരണ സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. 5 വയസ്സുകാരിയുടെ മരണത്തെ പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. പറയൂ ചേച്ചി, പറയൂ, എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? അല്ലേലും എന്നാ പറയാനാ, കണ്ട ബംഗാളികളൊക്കെ ഈ നാട്ടിൽ വന്ന് താമസിച്ചാൽ ഇതൊക്കെ തന്നെയാ അവസ്ഥ. എന്താ ഈ പറയണേ? നാം കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അലമേതോ അന്യനാട്ടിൽ നിന്ന് വന്ന കുട്ടിക്കായി നടക്കില്ല. എനിക്കും എൻ്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും പ്രതിയെ ഞങ്ങൾ കണ്ടെത്തി. കിട്ടിയോ? നമ്മളെ മോളെ കിട്ടിയോ? കിട്ടിയേട്ടാ, ഞങ്ങളെ മോളെ കിട്ടിയേട്ടാ. ഉറങ്ങട്ടെ, പുതച്ചു മൂടി ഇരിക്കട്ടെ. നമ്മളെ പൊന്നോള് പുതച്ചൂടി ഇറങ്ങട്ടെ ഏട്ടാ. നിങ്ങൾ പറയൂ, ആരാണ് അന്ധൻ? കഥയിലെ പിതാവോ അതോ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി, നമസ്കാരം. താങ്ക് യു പൂർണിമ. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കഥ കേട്ടാലോ? ഓക്കെ, കഥ പറയുന്നതിന് വേണ്ടിയിട്ട് അഞ്ജനെ ക്ഷണിക്കുന്നു, ഗവൺമെന്റ് LPS പാങ്ങോട്. ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു കഥയുമായാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേര് ആഗ്രഹം. ഒരിടത്തൊരു ഗ്രാമത്തിൽ ഓലമേഞ്ഞൊരു കൊച്ചു കുടിലാണ് കുട്ടൻ എന്ന പാവപ്പെട്ട ബാലൻ താമസിച്ചിരുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു അവൻ്റെ കൂട്ട്. അവന് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ദാരിദ്ര്യം കാരണം അവനെ സ്കൂളിലൊന്നും അയച്ചിരുന്നില്ല. എന്നും സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് കുട്ടൻ വാശി പിടിക്കുമായിരുന്നു. കുട്ടൻ്റെ പഠിക്കാനുള്ള ആഗ്രഹവും അവൻ്റെ ഈ വാശിയും കൊണ്ട് പൊറുതുമുട്ടിയ കുട്ടൻ്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടെ ചെന്നപ്പോൾ കുട്ടികളെല്ലാം പുതിയ ബാഗും പുതിയ ചെരുപ്പും പുതിയ വസ്ത്രവും ധരിച്ചിരിക്കുന്നു. ഇത് കണ്ട അവൻ്റെ അമ്മയ്ക്ക് കുട്ടൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി. ബാബു വളരെ ധനികനായ ഒരു കുട്ടിയായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, ബാബു, നിന്റെ വീട് ഓല മേഞ്ഞതാണോ അതോ ഓട് മേഞ്ഞതാണോ? ബാബു പറഞ്ഞു, എന്റെ വീട് വലിയ മാളികയുള്ള വീടാ. മാളികയുള്ള വീടോ? കുട്ടൻ അതിശയിച്ചു. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള വീടുകളൊന്നും കണ്ടിട്ടില്ല. എന്നെ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? കുട്ടൻ ചോദിച്ചു. ഇത് കേട്ട ബാബു പറഞ്ഞു, നീ കറുത്തവനും വളരെ ദരിദ്രനുമാണ്. നീ എൻ്റെ വീട്ടിൽ വന്നാൽ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമാകില്ല. അതിനാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ ഒരിക്കൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ഞായറാഴ്ച ദിവസം ബാബു കുട്ടനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാബു തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നപ്പോഴേക്കും കുട്ടൻ അതിശയിച്ചു. കൊട്ടാരം പോലെയുള്ള വീട്, കൂടാതെ മിനുസമുള്ള തറ, പഞ്ഞി പോലുള്ള ഇരിപ്പിടങ്ങൾ. ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങിയ കുട്ടന്റെ ശ്രദ്ധ വാതിലിനടുത്തുള്ള നായക്കൂടിലേക്കായി. നായക്കൂടിനകത്ത് ഭംഗിയുള്ള നായക്കുഞ്ഞ്. നായക്കുഞ്ഞിന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ നിറയെ ഭക്ഷണം വെച്ചിരിക്കുന്നു. ഇത് കണ്ട കുട്ടന്റെ വായിൽ വെള്ളമൂറി. ആ ഭക്ഷണങ്ങളൊന്നും കുട്ടൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ബാബുവിനോട് യാത്ര പറഞ്ഞ് കുട്ടൻ തന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾക്ക് വലുതാവുമ്പോൾ ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹം? കുട്ടികൾ ഓരോരുത്തരും എഴുന്നേറ്റ് അവരവരുടെ ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ കുട്ടന്റെ ഊഴമെത്തി. കുട്ടൻ ഒന്നും ചിന്തിക്കാതെ ചാടി എഴുന്നേറ്റ് ഉറക്കി പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ നായക്കുഞ്ഞായാൽ മതി. ഇത് കേട്ട കുട്ടികൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എന്നാൽ അധികം നേരം ചിരി നീണ്ടു നിന്നില്ല. കുട്ടന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയ കുട്ടികളും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ അവൻ നല്ല രീതിയിൽ പഠിച്ചുയർന്ന്. കൂട്ടുകാരി, നിങ്ങൾക്കറിയാമോ ആ വലിയ മാളികയെ അത്ഭുതം കൂറിയ ആ ചെറിയ ബാലനെ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ. ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടും പഠിച്ചുയർന്ന് ഇന്ത്യയുടെ 1ാം പൗരനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്കിൽ നമുക്കും അതുപോലെ കഴിയും. കൂട്ടുകാരെ, നിങ്ങൾക്കുമില്ലേ ഓരോരോ ആഗ്രഹങ്ങൾ? നന്ദി, നമസ്കാരം. താങ്ക് യു അഞ്ജന. അടുത്തതായിട്ട് ഒരു ഇംഗ്ലീഷ് പദ്യം. ദേവനന്ദന S. അശോക്, ഗവൺമെന്റ് LPS പാങ്ങോട്. Good afternoon, everyone. I am reciting a poem, Daffodils by William Wordsworth. If you want to know who is William Wordsworth, he is a very romantic English poet, and theme of this poem is nature's beauty. I wandered to lonely as a cloud that float on high over wells and hills, when all at once I saw a crowd, a host of golden daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. Continue as stars are shine and twinkle on the Milky Way. They stretched in never-ending line along the margin of a bay. 10,000 lions ran, tossing their heads and sprightly dance. The waves beside them dance, but they outling the sparkling waves in glee. The poem not but began in such injocony company. I gave and gave, but little thought what you should to me had brought. For often on my couch, I pensive again more. The flash upon inward eye, which is a bliss of solid. Then my heart blushes fills and dance with daffodils. Thank you. താങ്ക് യു ദേവനന്ദ. നമുക്ക് അടുത്തൊരു ആക്ഷൻ സോങ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതിനായി കുന്നംപുറം ചിന്മയ വിദ്യാലയയിലെ കുറച്ച് കൂട്ടുകാരെ ക്ഷണിക്കുന്നു. ഗൗതമി SR, ആദ്വിക KS, ശ്രദ്ധ ശ്രാവണി DK, പ്രണവി K, കാർത്തിക് SN, ആർബിക് അഭിലാഷ്, ദേവനാരായണൻ PS, മൈഥിലി S, ശിവന്യ അനൂപ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We are from Chinmaya Vidyalaya Kunnampuram. We are comments action song. Hello children, hello Mother Nature, let's sing a song. Yay! Here is the land, animals roam. Blue is the ocean, fish swim. This is our earth, our only home. Keep it green, we are a team. 1 tree, 2 tree, plant a million trees. Make it green, keep it green. 1 tree, 2 tree, walk among the trees. Make it green, keep it green. Hello family, hello friends. Reduce, reuse and recycle. Reduce, reuse and recycle. These are the ways to love the earth. These are the ways to keep it clean. These are the ways to love the earth. These are the ways to keep it clean. 1 tree, 2 tree, plant a million trees. Make it green, keep it green. 1 tree, 2 tree, walk among the trees. Make it green, keep it green. Hello family, hello friends. No more pollution, no more plastic. Make your home ever young. No more pollution, no more plastic. Make your home ever young. These are the ways to easy breath. These are the ways
tree, 2 tree. Plant a million trees, make it green, keep it green. 1 tree, 2 tree. Walk among the trees, make it green, keep it green. Hello family, hello friends. Let's join hands with smart reader kids. Be smart, go green to make our world better place. 1 tree, 2 tree, plant a million trees, make it green, keep it green. 1 tree, 2 tree, walk among the trees, make it green, keep it green. Yay! Thank you. താങ്ക് യു കുഞ്ഞുമക്കളെ. അടുത്തതായിട്ട് ഒരു സ്പീച്ച് അവന്തിക വിനീത്, ചിന്മയ വിദ്യാലയ. Hari Om. Good afternoon to one and all present here. I am Avantika Vinith representing Chinmaya Vidyalaya Kunnumpuram. I would like to speak about the importance of Student Corner in the third version of Kerala Legislature International Book Festival, which is conducted from 7 Jan to 13 Jan 2025. Student Corner is a dedicated space, either online or physical. It is designed to provide students with easy access to academic resources, support services, and manage coursework. It acts as one-stop hub where students can find materials, manage coursework, track progress, and stay informed about the campus life. Student Corner plays a vital role in fostering supportive, organized and enriching environment. It empowers students to thrive academically or personally. We would like to thank the organizers of this event for providing us the Student Corner forum in this grand event. Thank you for giving me this opportunity. താങ്ക് യു അവന്തിക. അടുത്തൊരു മലയാളം റെസിറ്റേഷനാണ്. റെസിറ്റേഷന് വേണ്ടി ചിന്മയ വിദ്യാലയ സ്കൂളിലെ ആദികേശവനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കമ്പരാമായണത്തിലെ മൂലകഥയെ ആസ്പദമാക്കി ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ രാവണപുത്രി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. പിതാവിന് തൻ്റെ പുത്രിയോടുള്ള തെറ്റിൻ്റെ പശ്ചാത്താപമാണ് കവിതയുടെ പ്രമേയം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആയുദ്ധഭൂവിൽ നിലംപതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണനുള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടിയോടി നടക്കുന്നു പിന്നെയും മൈഥിലി. പണ്ടു വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം. അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം മദഗജം മാതിരി. കാറ്റിൻ്റെ കയ്യിലിരുന്നു പകച്ചുപോയി കാട്ടിലില മരക്കിങ്ങെണിച്ചില്ലകൾ. സന്ധ്യയ്ക്കു പുഷ്പകിരീടവുമായി നിന്ന വിന്ധ്യ ശൃംഗത്തിൻ മുഖമരുണാഭമായി.
താമര വള്ളിക്കടിഞ്ഞോലു പെറ്റൊരാ ശ്യാമവനോദര നീർത്തടാകങ്ങളിൽ തങ്കക്കസവുടയാടയുമായി ചെന്നു മുങ്ങി കുളിച്ചു ചരമാർക്കരശ്മികൾ. അന്നവളുഗ്രപ്രതീകാരവഷ്ണിയായി നിന്നു തൻ മുന്നിൽ ജ്വലിച്ചടങ്ങിയിടവേ അഗ്നിയെ സാക്ഷി നിറുത്തി മുഴങ്ങിയോരാശാപമോർത്തു നടുങ്ങി ദശാനനൻ. രക്തഭണങ്ങൾ വെതിർത്തുലഞ്ഞാടുന്ന മൃത്യുവിൻ തേരില ക്രുദ്ധശാഭോക്തികൾ. എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമാ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. അന്നേ മനസ്സിൻ ചിറകിഞ്ഞുകൊണ്ടതാണമ്പുകൾ പോലെ മുനയുള്ള വാക്കുകൾ. മാറിൽ തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണനക്കാട്ടു പെണ്ണിൻ പിറന്ന മകളാണു മൈഥിലി. പെറ്റു വീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലതിയിൽ. പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ. എന്തൊരന്തർദാഹമെന്താത്മവേദന, എന്തായിരുന്നു മനസ്സിലാ സംഭവം. നാദരൂപാത്മകൻ പിന്നീടൊരിക്കലാ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ. തന്നുള്ളിലൊന്നാമതുണ്ടായ മോഹമാണെന്നു മകളെ ഒരു നോക്കു കാണുവാൻ. കണ്ടെന്നു മാപ്പ് ചോദിക്കുവാനാ മണി ചുണ്ടിലോരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു ഇംഗ്ലീഷ് റൈമാണ്. അതിനായി ചിന്മയ വിദ്യാലയ സ്കൂളിലെ തേജസ് കൃഷ്ണയെ ക്ഷണിക്കുന്നു. Hari Om. My name is Tejas Krishna from Chinmaya Vidyalaya Kunumpuram. My class is class 1B. I am going to recite the rhyme Walking in the Jungle. Let's take a walk in the jungle. Walking in the jungle, walking in the jungle. I'm not afraid, I'm not afraid. Walking in the jungle, walking in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop, listen. What's that? It's a frog. Let's stop. Stomping in the jungle, stomping in the jungle. I'm not afraid, I'm not afraid. Stomping in the jungle, stomping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop, listen. What's that? It's a toucan. Let's jump. Jumping in the jungle, jumping in the jungle. I'm not afraid, I'm not afraid. Jumping in the jungle, jumping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop, listen. What's that? It's a monkey. Let's skip. Skipping in the jungle, skipping in the jungle. I'm not afraid, I'm not afraid. Skipping in the jungle, skipping in the jungle. I'm not afraid, I'm not afraid. One step, two steps, three steps forward. One step, two steps, three steps backward. Stop, listen. What's that? It's a tiger. Run.
Thank you. അടുത്തതായിട്ട് ഒരു മെലോഡിയസ് സോങ് ആണ്. ഒരു ടീമായിട്ടാണ് വരുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. ശിവാനി, സുരഭി ദിനകർ, നീരജ്, പ്രദ്യുഷ്, സൈനാന്തന, ദേവർഷ്, ഗീതിക, ആശ്രിത. കൺമണി അൻപോട് കാതലങ്ങാനെഴുതും കവിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിന്റെ സൗഖ്യമേ, പാക്കയിൽ കവിത കൊട്ടത് അത് എഴുതന കയൽ പാത്രമുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലങ്ങ